ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യ എങ്ങനെയാണ് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആയിട്ട് മാറിയത്, ആദ്യം ഇലക്ഷൻ നടന്നത് എങ്ങനെയാണ്, അതിനുശേഷം പിന്നെ എങ്ങനെയാണ് ഗവൺമെൻറ് ഫോം ചെയ്തത്, അല്ലെ ആദ്യ കുറേ കാലം എന്ന് പറയുന്നത് വൺ പാർട്ടി ഡോമിനൻസ് ആയിരുന്നു, പിന്നെ കൊയിലേഷൻ ഗവൺമെൻറ് വന്നു, പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോപ്പുലർ മൂവ്മെൻറ്റ് ആൻഡ് ഇന്ത്യൻ ഡെമോക്രസിയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് ആയിട്ട് ഇങ്ങനെ ഭരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് സോൾവ് ആയത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ, അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി കണക്ഷനൊന്നും കാണത്തില്ല, നമ്മൾ ഓരോ മൂവ്മെൻറ്റുകളെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. മാക്സിമം ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ ഇതുപോലെ നോക്കി ഓർത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നോട്ട് കിട്ടാനായിട്ട് ടെലഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അപ്പോൾ പോപ്പുലർ മൂവ്മെൻറ്റ് ആൻഡ് ഇന്ത്യൻ ഡെമോക്രസി, നിങ്ങളത് ഞാൻ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? 1967 എന്ന് പറയുന്ന വർഷത്തിൽ നമ്മുടെ ഒരു പ്രധാന ഇവൻ്റ് ഉണ്ടായി. നമ്മൾ അന്ന് വരെ കിട്ടിക്കൊണ്ടിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആ ഒരു പ്രസക്തി കുറഞ്ഞ വർഷമാണ് 67. അതിനുശേഷം ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്ററായിട്ട് വന്നെങ്കിലും പിന്നീട് മന്ത്രിസഭ പിരിച്ചുവിടുകയും പിന്നെ 1971 ആകുമ്പോഴത്തേക്കും പുതിയ മന്ത്രിസഭ വരികയും ചെയ്തു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യം നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരെയൊക്കെ നമ്മൾ ഓടിച്ച് വിട്ടു. പിന്നെ നമുക്ക് ഇന്ത്യക്കകത്തായി പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ, സ്ത്രീകൾ, അതുപോലെ കർഷകർ, അപ്പോൾ ഇവരെയൊക്കെ ഈ പറയുന്ന മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടികൾ, അതായത് അന്നത്തെ മെയിൻ സ്ട്രീം പാർട്ടി നോക്കുമ്പോൾ ഏതാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമല്ലോ, ആ പാർട്ടികളൊക്കെ അധികം വക വയ്ക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ ഇവർക്കുണ്ടായി. അപ്പോൾ അങ്ങനെ ഉണ്ടായ തോന്നലിൻ്റെ ഫലമായിട്ട് അവർ പലതരം പൊളിറ്റിക്കൽ പാർട്ടികൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഒക്കെ രൂപീകരിക്കാനും അവരുടെ ആവശ്യങ്ങൾ സർക്കാരിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റുകൾ നടത്താനും ഒക്കെ തീരുമാനിക്കുന്ന ഒരു സമയമാണ് ഈ പറയുന്ന 1970-കൾക്ക് ശേഷം. നിങ്ങൾക്കറിയാം, 1970 ശേഷം പിന്നെ നമുക്ക് എമർജൻസി ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടാണ് എമർജൻസി കഴിഞ്ഞിട്ട് 77 ആദ്യമായിട്ട് കോൺഗ്രസ് അല്ലാത്തൊരു ഗവൺമെൻറ് വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ പരിപാടി തുടങ്ങാം. ബാക്ക്വേർഡ് ക്ലാസ് മൂവ്മെൻറ്റ് ആൻഡ് മണ്ഡൽ കമ്മീഷൻ. അപ്പോൾ അതിന് മുന്നേ ഈ പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങൾ അറിയാമല്ലോ. ഐഡൻറ്റിറ്റി ബേസ്ഡ് മൂവ്മെൻറ്റുകൾ തുടങ്ങുന്നു. അതായത് ദളിതർ, സ്ത്രീകൾ, കുട്ടികൾ ഇവർക്ക് എന്ത് ചെയ്യുന്നു? ഫെൽറ്റ് ഇഗ്നോർഡ് ബൈ ദ മെയിൻ സ്ട്രീം പാർട്ടീസ് ലീഡിങ് ടു ദെയർ ഓൺ പ്രൊട്ടസ്റ്റ് ആൻഡ് ഓർഗനൈസേഷൻസ് ഫോർ റെപ്രസെൻറ്റിംഗ് ദെയർ നീഡ്സ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അതർ ബാക്ക്വേർഡ് ക്ലാസ് മൂവ്മെൻറ്റ്, അഥവാ നമ്മളെല്ലാവരും OBC എന്ന് പറയും. ഇന്ന് നിങ്ങൾക്കറിയാം OBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിംസിലൊക്കെ എന്തുണ്ട്, OBC വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട്. ആരാണ് ഈ OBC എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒതുക്കി നിർത്തപ്പെട്ടിരുന്ന ആൾക്കാരാണ് ദളിതരല്ലെങ്കിൽ SC വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ. വനമേഖലയിൽ താമസിക്കുന്ന ആൾക്കാരാണ് ST വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ. ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ഇവരെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ മാർജിനലൈസ്ഡ് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇവർക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ ഈ OBC എന്ന് പറയുന്ന വിഭാഗത്തിന് അത്തരം ട്രീറ്റ്മെൻറ്റുകളൊന്നും ആദ്യകാലത്ത് ലഭിച്ചിരുന്നില്ല. അതായത് ഇപ്പോൾ OBC എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇവരും സോഷ്യലിയും എഡ്യൂക്കേഷനിലെയും ബാക്ക്വേർഡ് ആയിരുന്നു. പക്ഷേ അവരെന്തിൽ ഉൾപ്പെട്ടിരുന്നില്ല? ഷെഡ്യൂൾഡ് കാസ്റ്റിലും ഷെഡ്യൂൾഡ് ട്രൈബിലും ഉൾപ്പെടാത്ത, ദേ വെയർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ SC/ST കാറ്റഗറി. പക്ഷേ ഇവർക്കും ആവശ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയില്ല ഏതൊക്കെ വിഭാഗക്കാർ വരുന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നിങ്ങൾക്കറിയാം, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മതത്തിലും മൂന്നിലും എന്തുണ്ട്, OBC വിഭാഗത്തിലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം ആദ്യകാലം മുതൽ തന്നെ. അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ജനതയിൽ ഒരു വലിയ സംഖ്യ എന്തുണ്ട്, OBC പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ആവശ്യങ്ങളുണ്ട്. ന്യൂമറസ് മൂവ്മെൻറ്റ്സ് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് വേണ്ടിയിട്ട് എമർജ് ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്ത് തന്നെ, അതായത് 1953 തന്നെ നമ്മുടെ ഗവൺമെൻറ് ഇവരുടെ അവസ്ഥ എന്താണെന്നും അവർക്ക് റിസർവേഷൻ വേണോ വേണ്ടേ എന്നൊക്കെയുള്ള കാര്യം പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ഇതാണ് ഫസ്റ്റ് ബാക്ക്വേർഡ് കമ്മീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേര് കാക്ക ഖേൽക്കർ കമ്മീഷൻ. കാക്ക ഖേൽക്കർ കമ്മീഷൻ 52 അധികാരത്തിൽ വരുന്നു. തൊട്ടടുത്ത വർഷം തന്നെ എന്ത് ചെയ്യുന്നു, കമ്മീഷനെ നിയോഗിക്കുന്നു. ദ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് എ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്റ്റഡി ദ റീസൺസ് ഫോർ ദ ബാക്ക്വേർഡ്നെസ് ഓഫ് ദ ബാക്ക്വേർഡ് ക്ലാസസ് ആൻഡ് സജസ്റ്റ് റെമഡീസ്. ഇവർ കുറേ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നെങ്കിലും സത്യത്തിൽ അതൊന്നും തന്നെ എന്ത് ചെയ്തില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല. അതായത് കമ്മീഷനെ വെച്ചു, കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു, പക്ഷേ ഫലത്തിൽ വലിയ ഗുണങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോഴാണ് അറിയാമല്ലോ, പിന്നെ ഇപ്പോൾ ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്തു, കുറേ കാലം ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ നിന്നു. പക്ഷേ കുറേ കാലമായിട്ടും കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നെ ഈ പറയുന്ന OBC-കാർക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു കമ്മീഷൻ, ആദ്യ കമ്മീഷൻ ഈ പറയുന്ന കാക്ക കേൾക്കറാണ്. രണ്ടാമതായിട്ടൊരു കമ്മീഷൻ വരുന്നുണ്ട്. അത് അതെന്താണ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ട കമ്മീഷനാണ്. ആ കമ്മീഷൻ്റെ പേരാണ്
മണ്ഡൽ കമ്മീഷൻ, അല്ലെങ്കിൽ സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മളതിനെ മണ്ഡൽ കമ്മീഷൻ എന്ന് പറയും. 79 വരുന്നത്. അപ്പോൾ ഏതായിരിക്കും 79 എന്ന് പറയുമ്പോഴത്തേക്കും VP സിംഗിൻ്റെ ഫോട്ടോ കണ്ട് എന്ന് വിചാരിക്കരുത്. ഇതെന്താണ്? ഇത് മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ്റാണ്, അഥവാ ജനതാ ഗവൺമെൻറ്റാണ്. അതായത് എമർജൻസി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് വന്ന ജനതാ ഗവൺമെൻറ് 1979 എന്ത് കൊണ്ടുവരുന്നു? ഒരു പുതിയ സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ കൊണ്ടുവരുന്നു. അതിൻ്റെ ഹെഡ് BP മണ്ഡലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളതിനെ എന്ത് വിളിക്കും? മണ്ഡൽ കമ്മീഷൻ എന്ന് വിളിക്കും. എന്തിനാണ്? ടു സ്റ്റഡി ദ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ്നെസ് ഓഫ് ദ OBC കമ്മ്യൂണിറ്റീസ് ആൻഡ് ടു സജസ്റ്റ് സൊല്യൂഷൻ. ഇതിനാണ് സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ വിളിക്കുന്ന പേര് മണ്ഡൽ കമ്മീഷൻ. അപ്പോൾ ഒന്നുകൂടെ, ആരായിരുന്നു OBC എന്ന് വെച്ച് കഴിഞ്ഞാൽ SC/ST കാറ്റഗറിയിൽ ഉൾപ്പെടാത്ത എന്നാൽ സോഷ്യലിയും എഡ്യൂക്കേഷനിലെയും ബാക്ക്വേർഡായി നിൽക്കുന്ന സമൂഹത്തിനെയാണ് നമ്മൾ OBC എന്ന് വിളിക്കുന്നത്. ഇവർക്ക് സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ എന്തായിരുന്നു? റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ സംവരണം വേണം എന്നതായിരുന്നു ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് കമ്മീഷൻസ് നമ്മൾ നോക്കിയാൽ ആദ്യ കമ്മീഷൻ എന്ന് പറയുന്നതാണ് കാക്ക കേൾക്കർ കമ്മീഷൻ. 1953 ആദ്യത്തെ കമ്മീഷൻ ആയിരുന്നു OBCക്കാർക്ക് വേണ്ടിയിട്ട്. പക്ഷേ അത് റിപ്പോർട്ട് വെച്ചെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല. രണ്ടാമത്തെ കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. 1979 ജനതാ ഗവൺമെൻറ് അല്ലെങ്കിൽ ജനതാ പാർട്ടിയാണ് കൊണ്ടുവരുന്നത്. എമർജൻസിക്ക് ശേഷം ഇതിനെ സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ എന്നോ അല്ലെങ്കിൽ മണ്ഡൽ കമ്മീഷൻ എന്നോ വിളിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, ഈ കമ്മീഷൻ തൊട്ടടുത്ത വർഷം 1980 തന്നെ എന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. റിപ്പോർട്ട് പ്രകാരം OBC വിഭാഗക്കാർക്ക് 27% സംവരണം കൊടുക്കണമെന്ന് തീരുമാനിച്ചു. സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 27% സംവരണം OBC വിഭാഗക്കാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞതാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് 1980. പക്ഷേ നിങ്ങൾക്കറിയാം 1980 ആയപ്പോഴത്തേക്കും നമ്മുടെ മൊറാർജി ദേശായിയുടെ ജനതാ പാർട്ടി വീഴുന്നു. പകരം ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ വരുന്നു. കോൺഗ്രസ് ഗവൺമെൻറ് തൽക്കാലം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നില്ല എന്നതാണ് സത്യം. പിന്നീട് 80 പിന്നീട് അറിയുന്നു, ഇന്ദിരാഗാന്ധി മരിക്കുന്നു, രാജീവ് ഗാന്ധി വരുന്നു. അതിനുശേഷം രാജീവ് ഗാന്ധി മാറുന്നു. അടുത്ത് എന്ത് വരുന്നു? അടുത്ത് വേറൊരു ഗവൺമെൻറ് വരുന്നു, VP സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. ഓക്കെ, നമ്മുടെ VP സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള നാഷണൽ ഫ്രണ്ട് ഗവൺമെൻറ് വരുന്നു ഈ പറയുന്ന 89 ശേഷം. അങ്ങനെ ഈ പറയുന്ന 89 VP സിംഗ്, ഇതാണ് VP സിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കോ, ദ കമ്മീഷൻ, ഏത് കമ്മീഷൻ? മണ്ഡൽ കമ്മീഷൻ സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ഇൻ ടു ദ സെൻട്രൽ ഗവൺമെൻറ് ഇൻ ദ 80s recommending 27% reservation for the backward classes in the government job and education institutions. അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല. ദ നാഷണൽ ഫ്രണ്ട്, VP സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള നാഷണൽ ഫ്രണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് 1990 ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന VP സിംഗിൻ്റെ നാഷണൽ ഫ്രണ്ട് ഗവൺമെൻറ് ഈ ഒരൊറ്റ പ്രഖ്യാപനത്തോടുകൂടി താഴെ പോകുന്നു. നിങ്ങൾക്കറിയാം 1990 ശേഷം നമ്മുടെ എന്ത് വരുന്നുണ്ട്? അടുത്ത ഗവൺമെൻറ് വരുന്നുണ്ട്. അപ്പോൾ നരസിംഹറാവു, PV നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് വരുന്നുണ്ട്. അപ്പോൾ എന്താ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ്, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ എന്താ പറ്റിയത്? 90 ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ BJP ഉണ്ടല്ലോ, BJP പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടിയാണ് ഇവർ വന്നത്. ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതോടെ BJP എന്ത് ചെയ്തു? അവരുടെ സപ്പോർട്ട് പിൻവലിക്കുന്നു. അങ്ങനെ നടന്ന വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട് VP സിംഗ് ഗവൺമെൻറ് താഴെ പോകുന്നു. കാരണം അന്ന് നാഷൻ വൈഡ് പ്രൊട്ടസ്റ്റ് നടന്നു. 27% സംവരണമാണ്. അപ്പോൾ ഈ മറ്റ് വിഭാഗക്കാർക്ക് അതൊരു ത്രെട്ടാകുമെന്ന് തോന്നിയിട്ട് അവരെന്ത് ചെയ്തു? ഇതിനെ മാക്സിമം എതിർത്തു. ദേ ആർ ലെഡ് ടു വയലന്റ് പ്രൊട്ടസ്റ്റ് ആൻഡ് അജിറ്റേഷൻ ഇൻ മെനി സിറ്റീസ് ഓഫ് നോർത്ത് ഇന്ത്യ. പക്ഷേ അങ്ങനെ ഗവൺമെൻറ് താഴെ വീഴുന്നു. അടുത്ത ആര് വരുന്നു? PV നരസിംഹറാവു വരുന്നു. അവരത് ഉടനെ ഇംപ്ലിമെൻ്റ് ഒന്നും ചെയ്തില്ല. കേസ് എങ്ങോട്ട് പോകുന്നു? സുപ്രീം കോടതി പോകുന്നു. 92 സുപ്രീം കോടതി പറയുന്നതനുസരിച്ച് ഈ പറയുന്ന റിപ്പോർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ പറഞ്ഞ OBC വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 27% സംവരണം കിട്ടുന്നത്. ഓക്കെ, സുപ്രീം കോടതി വേർഡിക്റ്റ് അപ്രൂവ്ഡ് ദ ഇംപ്ലിമെൻറ്റേഷൻ ലേറ്റർ. 92 ഇത് എന്ത് ചെയ്യുന്നത്? ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ PV നരസിംഹറാവു ആണ്. ഇന്ന് ഈ പറയുന്ന എല്ലാ പാർട്ടികളും ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും OBCക്കാർ ഞങ്ങളുടെ ആൾക്കാരാണെന്ന് പറഞ്ഞ് നടക്കുന്നും ഉണ്ട്. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കോ, today all the major political parties in the country accept OBC reservation. The Mandal Commission report hold great significance in the Indian democracy as it helped to ensure the welfare of the backward classes that were nearly half of the population. പിടികിട്ടിയോ? ഏതാണ്ട് അന്ന് ഇന്ത്യയുടെ പകുതിയോളം പോപ്പുലേഷൻ വരുന്ന ആൾക്കാർ ഈ OBC വിഭാഗക്കാരായിരുന്നു. അവർക്ക് ഈ ഭരണ സംവരണം കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ OBC എന്ന് പറയുമ്പോൾ ഒരു മതമല്ല, എല്ലാ മതത്തിലും OBCക്കാർ ഉണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ ഇവരെ ഒഴിവാക്കി നിർത്തുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ചില പൊളിറ്റിക്കൽ പാർട്ടികളും OBC വിഭാഗക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ
ജനതാദൾ എന്ന് പറയുന്ന പാർട്ടിയും ജനതാദൾ യുണൈറ്റഡ്, ജനതാദൾ സെക്കുലർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാർട്ടികളൊക്കെ ഈ പറയുന്ന OBC-കാർക്ക് വേണ്ടി വന്ന പൊളിറ്റിക്കൽ പാർട്ടികൾ ആകുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, ഇതാണ് നമ്മുടെ സിഗ്നിഫിക്കൻസും അതുപോലെ തന്നെ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒന്നുകൂടി പറയേണ്ട ആവശ്യമില്ലല്ലോ, എങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? പോപ്പുലർ മൂവ്മെൻറ്റ് ഇൻ ഡെമോക്രസി ആയിരുന്നു. അതിൽ ആദ്യം വന്നത് OBC-കാർക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭമാണ്. OBC-കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ SC-യിലും ST-യിലും പെടാത്ത എന്നാൽ ബാക്ക്വേർഡായി നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവർക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നില്ല. 53 കാക്ക കേൽക്കർ കമ്മിറ്റി വരുന്നു, പക്ഷേ അത് പ്രായോഗികമാകുന്നില്ല, ഇംപ്ലിമെൻ്റ് ആകുന്നില്ല. 79 മണ്ഡൽ കമ്മീഷൻ വരുന്നു, പക്ഷേ 80 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ അതപ്പോൾ എന്താണ് നടപ്പ് വരുത്താൻ VP സിംഗ് ഗവൺമെൻറ് ഇല്ല, അവർ പോകുന്നു. VP സിംഗ് ഗവൺമെൻറ് അല്ല, നമ്മുടെ ജനതാ ഗവൺമെൻറ് വീഴുന്നു. ജനതാ ഗവൺമെൻറ് വീഴുന്നതിന് മണ്ഡൽ കമ്മീഷണർ ബന്ധമൊന്നും ഇല്ലായിരുന്നു, എങ്കിലും ഗവൺമെൻറ് വീഴുന്നു. ഇന്ദിരാഗാന്ധി വരുന്നു, അവർ ആ സമയത്ത് ചെയ്യുന്നില്ല. പിന്നീട് വരുന്നത് എപ്പോഴാണ്? നമ്മുടെ നാഷണൽ ഫ്രണ്ട് VP സിംഗിൻ്റെ ടീമാണിത് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ മന്ത്രിസഭയാണിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പ്രൊട്ടസ്റ്റ് നടക്കുന്നു, പാർട്ടി വീഴുന്നു. പക്ഷേ ഇംപ്ലിമെൻറ്റ് ചെയ്തത് കാരണം മറ്റുള്ളവർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. കോടതി വിധിയുടെ ഭാഗമായിട്ട് PV നരസിംഹറാവു ഗവൺമെൻറ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടെന്നും അല്ലെങ്കിൽ OBC എന്നും പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് ദളിത് മൂവ്മെൻറ്റുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇനി അങ്ങോട്ട് കണ്ടിന്യൂഷനൊന്നുമില്ല, ഓരോ മൂവ്മെൻറ്റുകൾ നമ്മളിങ്ങനെ പറഞ്ഞു പോകത്തേ ഉള്ളൂ. ബോറടിക്കാൻ നല്ല സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക് എടുത്ത് കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ദളിത് മൂവ്മെൻറ്റ്, അപ്പോൾ നിങ്ങൾക്കറിയാം ദളിത് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റിൽ വരുന്ന ആൾക്കാരാണ്, SC വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ അംബേദ്കറിനെ പോലെ ഇവരൊക്കെയാണ് അൺടച്ചബിൾസ് എന്ന് പറഞ്ഞ് പണ്ട് കാലത്ത് മാറ്റി നിർത്തിയിരുന്നവർ. അവരാണ് ഈ പറയുന്നത് ദളിതർ എന്ന് അറിയപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ ഇവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് പല പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീടും ഇവർക്ക് നമ്മുടെ സൊസൈറ്റിയിൽ, അതായത് ഈ പറയുന്ന മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൽ, അഡ്മിനിസ്ട്രേഷനിലൊന്നും ദളിത് കമ്മ്യൂണിറ്റിക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ BR അംബേദ്കറുമായിട്ട് ഇൻസ്പയർ ചെയ്യപ്പെട്ടിട്ട് പല പല ദളിത് കമ്മ്യൂണിറ്റികളും പിൽക്കാലത്ത് വരുന്നു. ഇത് ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. അതിൽ ആദ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു മൂവ്മെൻറ്റാണ് ദളിത് പാന്തർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ബ്ലാക്ക് പാന്തർ മൂവ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്ലാക്ക് പാന്തർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മറ്റേ വക്കാണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ബ്ലാക്ക് പാന്തർ ആയിരിക്കും. അതല്ല, പണ്ട് അമേരിക്കയിൽ ഈ പറയുന്ന കറുത്ത വർഗ്ഗക്കാർ നേരിട്ട പ്രശ്നങ്ങൾക്കെതിരെ വന്നൊരു സംഘടനയാണ് ബ്ലാക്ക് പാന്തേഴ്സ്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ദളിതർക്ക് വേണ്ടിയിട്ട് വന്നൊരു സംഘടനയാണ് ദളിത് പാന്തർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലാണ് രൂപം കൊള്ളുന്നത് 1972. അപ്പോൾ 1972 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. എന്താണ്? നമ്മുടെ ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ വരുന്നു. അന്ന് ഗുജറാത്തിലും ബംഗാളിലും റീജിയണൽ പാർട്ടികൾ വളർന്നു വരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഗുജറാത്തിന് തൊട്ട് താഴെയുള്ള മഹാരാഷ്ട്രയിൽ ദളിതർക്ക് വേണ്ടി വന്നൊരു ഓർഗനൈസേഷനാണ് ദളിത് പാന്തർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ സമ്പന്നരായ ദളിത് യുവാക്കളായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ, അർബൻ ഏരിയാസ്. അപ്പോൾ ഒരു സമാധാനപരമായിട്ടുള്ള മാന്യമായ സമര രീതികളായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അംബേദ്കറിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് സാമൂഹ്യ നീതി കിട്ടണം, ഇക്വാലിറ്റി കിട്ടണം, അതുപോലെ തന്നെ എന്താണ് ജാതി വ്യവസ്ഥ ഇല്ലാതാകണം എന്നതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് ആവശ്യങ്ങളെന്ന് പറയുന്നത്. അവരെന്ത് ചെയ്തു? കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും അതുപോലെ തന്നെ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഈ പറഞ്ഞ പോലീസ് ബ്രൂട്ടാലിറ്റിക്ക് എതിരെ, കണ്ടോ പോലീസ് ബ്രൂട്ടാലിറ്റി, അതാണ് ബ്ലാക്ക് പാന്തർ ഞാൻ പറഞ്ഞത്, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവർ വന്നേക്കുന്നത്. അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് അവർ എങ്ങനെ ശ്രമിച്ചു? വെറും സമരങ്ങൾ മാത്രമല്ല, സാഹിത്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും, അതായത് പുസ്തകങ്ങളിലൂടെ, നാടകങ്ങളിലൂടെ, സിനിമയിലൂടെയൊക്കെ അവർ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കൊണ്ടുവന്നു. ദളിത് പാന്തർ മൂവ്മെൻറ്റ് വാസ് ഏബിൾ ടു മേക്ക് ദ ലൈഫ് ഓഫ് ദോസ് ഹു വെയർ കൺസിഡേർഡ് അൺടച്ചബിൾസ് ആൻഡ് മാർജിനലൈസ്ഡ് ദ തീംസ് ഓഫ് ദ ലിറ്ററേച്ചർ, സിനിമ, ഡ്രാമ എക്സെട്ര ആൻഡ് ടു പെർസ്വേഡ് ദ ഗവൺമെൻറ് ടു ടേക്ക് സ്ട്രോങ് മെഷർമെൻറ്റ്. കാരണം അന്നത്തെ കലാ, സാഹിത്യം, സാംസ്കാരിക ഭാഗങ്ങളൊക്കെ ഈ പറയുന്ന അപ്പർ കാസ്റ്റുകാരുടെ ഡോമിനൻസ് ആയിരുന്നു. നിങ്ങൾക്ക് അന്നത്തെ ബോളിവുഡ് സിനിമകളും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു. വലിയ കാശുള്ളവൻ്റെ ജീവിതമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ പഴയ മലയാള സിനിമകൾ കുറേ നോക്കിയാലും അറിയാമല്ലോ, കോട്ടൊക്കെ ഇട്ട ആൾക്കാർ, അല്ലെ കാറ് സഞ്ചരിക്കുന്ന ആൾക്കാർ. കാരണം ജനങ്ങൾക്ക് അതൊക്കെ കാണാനായിരുന്നു ഇഷ്ടം. സാധാരണക്കാരൻ്റെ കഥകൾ പിന്നീടാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അത്തരത്തിൽ നോർത്ത് ഇന്ത്യയിൽ സാധാരണക്കാരൻ്റെ അവസ്ഥകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ച ഒരു ഓർഗനൈസേഷനാണ് ദളിത് പാന്തർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദളിത് പാന്തർ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു ആശയം എന്ന് പറയുന്നത്? ദളിത് വെയർ ഫെൽറ്റ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ മെയിൻ സ്ട്രീം സൊസൈറ്റി ആൻഡ് ഡിനൈഡ് റൈറ്റ്ഫുൾ പൊസിഷൻ ഡെസ്പൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്തിട്ട് പോലും അവരെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അതായത് എഡ്യൂക്കേഷനിലും എംപ്ലോയ്മെൻറ്റിലും അവർക്കുള്ള ബാക്ക്വേർഡ്നെസ്, സൊസൈറ്റിയിൽ സോഷ്യലും എക്കണോമിക്കലും ആയിട്ടുള്ള ഇൻഇക്വാലിറ്റി, ലാൻഡ്ലെസ്നെസ് എന്ന് വെച്ചാൽ അവർക്ക് ലാൻഡ് ഇല്ല, കൃഷി ചെയ്യാനുള്ള
അവസരങ്ങളില്ല. ലിമിറ്റഡ് റെപ്രസെൻറ്റേഷൻ, പൊളിറ്റിക്സിലും അഡ്മിനിസ്ട്രേഷനിലും സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സ്ഥലത്തും ഇവരെ അധികാരത്തിലേക്ക് എത്തിക്കുന്നില്ല. അപ്പോൾ അതിന് ഇവർ എന്ത് ചെയ്യുന്നു, നമ്മുടെ BR അംബേദ്കറിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് എന്ത് ചെയ്യുന്നു, മൂവ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സിഗ്നിഫിക്കൻറ്റ് പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റ് ടു അഡ്രസ് ദ ദളിത് എക്സ്ക്ലൂഷൻ ഫ്രം ദ സോഷ്യൽ ജസ്റ്റിസ്. ഇതാണ് കാര്യം എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ദളിത് പാന്തർ മൂവ്മെൻറ്റ്. 1972 എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ദളിത് യൂത്ത് അർബൻ ഏരിയകളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഏതാണ്? മഹാരാഷ്ട്രയായിരുന്നു. എന്തൊക്കെയായിരുന്നു? അഗ്രസീവ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ലാർജ് സ്കെയിൽ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് പോലീസ് ബ്രൂട്ടാലിറ്റി, ലിറ്റററി ആൻഡ് കൾച്ചറൽ പ്രോഗ്രാംസ്, കൊളാബറേഷൻ വിത്ത് അതർ സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെൻറ്റിലൂടെയാണ് അവർ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇമ്പാക്റ്റ് എന്തായിരുന്നു? ദളിതരുടെ അവസ്ഥകൾ കലാ, സാഹിത്യം, സാംസ്കാരികത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഗവൺമെൻറ്റിന് പ്രഷർ ചെയ്യാനായിട്ടും സാധിക്കുന്നു. ഇതാണ് ദളിത് പാന്തർ മൂവ്മെൻറ്റ് വരുന്നത്. ഇനി ദളിത് പാന്തർ മൂവ്മെൻറ്റിനോടൊപ്പം തന്നെ ദളിതർക്ക് വേണ്ടി വന്ന മറ്റൊരു സംഘടനയാണ് ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ അഥവാ BAMCEF. ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയ്മെൻറ്റ് ഫെഡറേഷൻ അഥവാ BAMCEF 78 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തൊഴിലാളികളുടെ ഒരു അസോസിയേഷനായിട്ട് തോന്നുമെങ്കിലും ഇവർ പ്രധാനമായിട്ടും നോക്കിയേ, ഇറ്റ് വാസ് നോട്ട് സിംപ്ലി ആൻ ഓർഗനൈസേഷൻ ഫോംഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ എംപ്ലോയീസ്, റാദർ ഇറ്റ് സ്റ്റുഡ് ഫോർ ദ പൊളിറ്റിക്കൽ എംപവർമെൻറ്റ് ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസ്. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ SC, ST, OBC കമ്മ്യൂണിറ്റികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് സംഘടനയാണ് BAMCEF. B ഫോർ ബാക്ക്വേർഡ്, ബാക്ക്വേർഡ്, A ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി എംപ്ലോയ്മെൻറ്റ് ഫെഡറേഷൻ. ഓക്കെ, ഇനി ഇവിടെ നിന്നിട്ട് നോക്കിയേ, ഇതിൽ നിന്ന് മറ്റ് ചില ഓർഗനൈസേഷൻസും ഫോം ചെയ്യുന്നുണ്ട്. ദളിത് ഷോഷ്ടി സമാജ് സംഘർഷ് സമിതി, അതുപോലെ ബഹുജൻ സമാജ്വാദി പാർട്ടി. ഈ ദളിത് ഷോഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന മീനിങ് ആണ് കേട്ടോ ഈ സമാജിൻ്റെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ബഹുജൻ സമാജ്വാദി പാർട്ടി, കാൻഷി രാമിൻ്റെ നേതൃത്വത്തിൽ വരുന്നു. ഈ BSP നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഉത്തർപ്രദേശിൻ്റെ ഭരണമൊക്കെ ഇടയ്ക്ക് പിടിച്ചിരുന്ന പാർട്ടിയാണ്. ഇന്നിപ്പോൾ മായാവതി എന്ന് പറയുന്ന ഒരു നേതാവാണുള്ളത്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു, പക്ഷേ 2007 ശേഷമാണെന്ന് തോന്നുന്നു. 2007 2014 ശേഷം പിന്നെ ഇവർക്ക് അത്ര ഒരു MPയോ MLAയോ ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, എങ്കിലും ഇങ്ങനൊരു പാർട്ടി ഉണ്ട്. ആനയാണ് സിമ്പൽ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഈ പറയുന്ന BSPയുടെ. കാര്യം പിടിയിട്ട് കാണുമല്ലോ. അപ്പോൾ അതർ ദളിത് ഓർഗനൈസേഷൻസിൽ വരുന്നതാണ് BAMCEF. അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ എന്താണ് ബഹുജൻ സമാജ്വാദി പാർട്ടി അഥവാ BSP എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒരു എസ്സേയിൽ വന്നു കഴിഞ്ഞാൽ 2 വാക്ക് എഴുതാനായിട്ടെങ്കിലും നിങ്ങൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ദളിത് മൂവ്മെൻറ്റ് അതിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ദളിത് മൂവ്മെൻറ്റ് എന്തിനു വേണ്ടിയായിരുന്നു. അപ്പോൾ ദളിത് മൂവ്മെൻറ്റ് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിക്കും, നിങ്ങൾ ഈ പോയിൻ്റാണ് എഴുതേണ്ടത്. ദളിത് മൂവ്മെൻറ്റിൻ്റെ എന്തായിരുന്നു അവിടെ പ്രധാനപ്പെട്ട കോർ സെൻറ്റിമെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താ, ഒരു പ്രധാനപ്പെട്ട ആശയം എന്തായിരുന്നു, ദളിതർ നേരിട്ട പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, ആരിൽ നിന്നാണ് അവർ ഇൻസ്പിറേഷൻ ഉണ്ടായത്, ആദ്യത്തെ മൂവ്മെൻറ്റ് ഏതാണ്, ദളിത് പാന്തർ. ദളിത് പാന്തറിനെ പറ്റി പറയുമ്പോൾ എന്തായിരിക്കണം, എവിടെയാണ് ആരംഭിച്ചത്, ഏത് വർഷമാണ് ആരംഭിച്ചത്, ആരാണ് ആരംഭിച്ചത്, എന്തൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റികൾ, അവർക്ക് എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. ഇനി മറ്റ് ദളിത് ഓർഗനൈസേഷനിലാണ് നമ്മുടെ എന്താണ് ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റീസ് എന്താണ് കമ്മ്യൂണിറ്റീസ് എംപ്ലോയ്മെൻറ്റ് ഫെഡറേഷൻ അഥവാ BAMCEF. പിന്നെ വരുന്നത് ഈ പറയുന്ന കാഞ്ചി രാമിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ബഹുജൻ സമാജ്വാദി പാർട്ടി എഴുതണം. ഒരു എസ്സേ ചോദിച്ചാൽ ഇത്രയും പോയിന്റുകളാണ് എഴുതേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് ടെസ്റ്റ് വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാതെ പഠിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ടാണ് കുറച്ച് വലുതായിട്ട് തോന്നുമെങ്കിലും ഞാൻ ഇത് പോയിൻ്റായിട്ട് നിങ്ങൾക്കൂടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് വയ്ക്കുക. നെക്സ്റ്റ് വരുന്നതാണ് എന്താ, വുമൺസ് മൂവ്മെൻറ്റ്, സ്ത്രീകളുടെ മൂവ്മെൻറ്റ്. അപ്പോൾ അറിയാം, നമ്മൾ ഓരോ കമ്മ്യൂണിറ്റിയിലും അല്ലെങ്കിൽ ഓരോ രാജ്യത്തും ആദ്യം പൊതുശത്രുവായ ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു, പിന്നെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെയും പ്രൊട്ടസ്റ്റുകൾ വന്നുകൊണ്ടേയിരുന്നു. സ്ത്രീകൾക്ക് എന്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു, പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ കിട്ടുക, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, അതിലൂടെ നേടിയെടുക്കുന്ന ജെൻഡർ ഇക്വാലിറ്റി, സോഷ്യോ പൊളിറ്റിക്കൽ സ്പിയറുകൾ ഇവിടെ റെപ്രസെൻറ്റേഷൻ, ഡൊമസ്റ്റിക് വയലൻസിനെതിരെ, അതുപോലെ തന്നെ അവകാശങ്ങൾ ഡിനൈ ചെയ്യുന്നതിനെതിരെ, ഒപ്രഷനെതിരെ, സെക്ഷൽ ഹരാസ്മെൻറ്റിനെതിരെ, മെയിൽ സുപ്രീമസിക്കെതിരെയൊക്കെ ആയിരുന്നു വുമൺ മൂവ്മെൻറ്റുകൾ വന്നത്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാതെ പഠിച്ചില്ലെങ്കിലും ഇന്നത്തെ സമൂഹത്തിലുള്ള കുട്ടികൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. 2 മൂവ്മെൻറ്റുകളാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഒന്ന് ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റും മറ്റൊന്ന് നിർഭയ മൂവ്മെൻറ്റും. ഈ നിർഭയ മൂവ്മെൻറ്റ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് ആയിരിക്കും അല്ലേ, ഡൽഹിയിൽ നടന്നൊരു ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. തുടങ്ങാമല്ലോ, അപ്പോൾ പിടിയിട്ട് കാണുമല്ലോ. അപ്പോൾ എന്താണ് നമ്മുടെ വുമൺ മൂവ്മെൻറ്റ്, ദ വുമൺസ് റൈറ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു, അഡ്വക്കേറ്റഡ് ഫോർ ദ ജെൻഡർ ഇക്വാലിറ്റി, വുമൺസ് എഡ്യൂക്കേഷൻ,
എംപ്ലോയ്മെൻറ്റ്, പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, സോഷ്യോ പൊളിറ്റിക്കൽ സ്പിയറുകളിൽ ഇവിടെ റെപ്രസെൻറ്റേഷൻ, അതുപോലെ ഡൊമസ്റ്റിക് വയലൻസ്, ഡിനയൽ ഓഫ് റൈറ്റ്, ഒപ്രഷൻ, സെക്ഷുവൽ ഹരാസ്മെൻറ്റ്, മെയിൽ സുപ്രീമസി, ഇതൊക്കെയാണ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. 2 മൂവ്മെൻറ്റുകൾ, ഒന്ന് ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റും രണ്ടൊന്ന് നിർഭയ മൂവ്മെൻറ്റ്. 1990-കളിലാണ് ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റ് വരുന്നത്. അരാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരായം കേട്ടിട്ടുണ്ടോ? ആന്ധ്രാപ്രദേശിൽ, ഇത് ആന്ധ്രാപ്രദേശ് മാത്രമൊന്നുമല്ല എങ്കിലും ഈ സംഘടന വന്നത് ആന്ധ്രാപ്രദേശിലാണ്. എല്ലാ നാട്ടിലും ലോക്കലി ഈ പറയുന്ന ബ്രൂ ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ വാറ്റിയെടുക്കുന്ന ചാരായത്തിൻ്റെ ചാരായത്തിനാണ് അരാക്ക് എന്ന് പറയുന്നത്. ഇത് കുടിച്ചുകൊണ്ട് വന്നിട്ട് ഈ പറയുന്ന പുരുഷന്മാർ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് സഹികെട്ടിട്ട് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ എന്ന ജില്ലയിൽ ഈ പറഞ്ഞ 1990-കളിൽ സ്ത്രീകൾ പൊതു സ്ഥലത്ത് പ്രൊട്ടസ്റ്റിനായിട്ട് ഇറങ്ങുന്നു. വുമൺ റാലിയുടെ 1000-ഓളം സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, നിരത്തുകളിൽ ഇറങ്ങി എന്ത് ചെയ്യുന്നു, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. പിന്നെ അത് എൻറ്റയർ സ്റ്റേറ്റിലോട്ട് പോകുന്നു. അങ്ങനെ എന്ത് പറ്റുന്നു, ഈ പറയുന്ന ആൽക്കഹോളിക് ബിവറേജിൻ്റെ യൂസും കാര്യങ്ങളും ഒക്കെ അവർ ലിമിറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് അരാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അരാക്ക് വാസ് എ ലോക്കലി ബ്രൂഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആൽക്കഹോളിക് ബിവറേജ്. ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് ആൽക്കഹോൾ ക്രിയേറ്റഡ് സോഷ്യൽ ഡിസ്കോർഡ് ആൻഡ് ഡാമേജ് ടു ദ മെൻ്റൽ ആൻഡ് ദ ഫിസിക്കൽ വെൽബീയിങ് ഓഫ് യങ് പീപ്പിൾ. This also led to ruin of the economic foundation of the village, domestic violence, atrocities against women's poverty. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് വന്നത്, മദ്യപാനത്തിൻ്റെ ദൂഷ്യവശങ്ങൾ. അത്രയേ ഉള്ളൂ. മദ്യം നമ്മൾ ഈ പറയുന്ന ബിവറേജിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ലോക്കലായിട്ട് ഈ ചാരായമൊക്കെ വാങ്ങിച്ച് കുടിച്ച് കണ്ണും കരളുമൊക്കെ അടിച്ച് പോയിട്ട് കുറേ എണ്ണം നാട്ടിൽ കിടക്കുമ്പോഴത്തേക്കും നോർമലി അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് അവർക്ക് തന്നെയാണ്. കൂട്ടത്തിൽ അവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾക്കുമാണ്. അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്തു, ഈ ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അതങ്ങനെ 92 എടുത്തൊരു ചിത്രമാണ് കാണുന്നത്. അതായത് ചാരായ നിരോധനം വേണം. നമ്മുടെ കേരളത്തിലും പണ്ട് AK ആൻ്റണി ഈ ചാരായം നിരോധിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പറ്റി, മന്ത്രിസഭ മൂട്ടിപ്പോയെന്നാണ് കേട്ടത്. സോ ദ ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റ് ലേറ്റർ ഇവോൾവ് ഇൻടു എ പ്രൊട്ടസ്റ്റ് അഡ്രസ്സിംഗ് വേരിയസ് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വുമൻസ് ഇൻക്ലൂഡിംഗ് സെക്ഷൽ ഹരാസ്മെൻറ്റ്, വയലൻസ് ഇൻ ദ പബ്ലിക് സ്പേസസ് ആൻഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ദിസ് ഹെൽപ്പ് ടു ക്രിയേറ്റ് സോഷ്യൽ അവയർനെസ് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ആൻഡ് ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ വുമൺ ഇൻ ദ സൊസൈറ്റി. അന്ന് വരെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സ്ത്രീകൾ ഇങ്ങനെ മുന്നോട്ടിറങ്ങി ഒരു പ്രക്ഷോഭം നടത്തുന്നത്. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്തൊക്കെ പോയിന്റ് പഠിച്ചു വയ്ക്കും? ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റ് വർഷം 1990-കളിൽ തുടങ്ങുന്നു. എന്താണ് ഒറിജിൻ, എന്താണ്, എവിടുന്നാണ് തുടങ്ങുന്നത്? ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ തുടങ്ങുന്നു. അവിടെ 1000-ഓളം സ്ത്രീകൾ റാലിഡ് അഗെയിൻസ്റ്റ് അരാക്ക് എന്ന് വെച്ചാൽ അവർ ഈ പറയുന്ന ചാരായത്തിനെതിരായിട്ട് അണിനിരക്കുന്നു. ഓക്കെ, സ്റ്റാർട്ടഡ് ഇൻ എ വില്ലേജ് ലൈക്ക്, ഇതൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, അതായത് അവിടെ ഈ പറയുന്ന ദുബാഗന്ത ഡിസ്ട്രിക്റ്റിൽ വെച്ചിട്ട് ഈ പറഞ്ഞ ചാരായം കുടിച്ച് കുറേ ആൾക്കാർ മരിക്കുന്നു. നമ്മുടെ ഇവിടെയും കേരളത്തിൽ ഇത് നടന്നിട്ടുണ്ട്. എനിക്ക് എപ്പോഴാണെന്ന് ഓർമ്മയില്ല. അതായത് ഈ ചാരായം എന്ന് പറയുന്ന സാധനം നിങ്ങൾ കെമിസ്ട്രി പഠിച്ചവരല്ലേ, അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, ഈതൈൽ ആൽക്കഹോളും അതുപോലെ മീതൈൽ ആൽക്കഹോളും, അതിലേത് കുടിക്കാം ഏത് കുടിച്ചുകൂടാന്നുള്ളതൊക്കെ നമ്മൾ പണ്ട് കെമിസ്ട്രി ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ ലോക്കലി ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈതയിലായി പോവും. കാരണം ലോക്കലി ഉണ്ടാക്കുന്നതല്ലേ. ഇതെടുത്ത് കുടിക്കുന്നവരുടെ കാഴ്ച നഷ്ടപ്പെടുക, മരിച്ചു പോവുക, അങ്ങനെ സംഭവങ്ങളുണ്ടായി. അതുമായി ബന്ധപ്പെട്ടാണ് തുടങ്ങുന്നത്. ക്യുക്കിലി ഇത് എന്ത് ചെയ്യുന്നു, മറ്റ് സ്ഥലങ്ങളിലോട്ട് ഇത് നിങ്ങൾ പഠിക്കണ്ട കേട്ടോ, ഞാനിത് പോയിന്റിനകത്ത് വന്നതേ ഉള്ളൂ. എങ്ങനെ എന്ത് പറ്റി, ആൻറ്റി ആൽക്കഹോൾ പ്രൊട്ടസ്റ്റ് നടക്കുന്നു. ഓക്കെ, ഇനി പിന്നീട് ഇത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മാറുകയും അങ്ങനെ വൈഡ് സ്പ്രെഡായിട്ട് പോപ്പുലാരിറ്റി നേടുകയും ചെയ്തു. ഇതാണ് സംഭവം. ഓക്കെ, മദ്യം അതുപോലെ തന്നെ ഡ്രഗ്സ് അറിയാമല്ലോ, ഒരുപാട് ഇഫക്റ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഈ പറയുന്ന എന്താണ് മദ്യം, അതിനേക്കാൾ ഒരു മയക്കുമരുന്നൊക്കെ എന്തോ ഒരു കൂളായിട്ട് ചെയ്യുന്ന ആളല്ലേ നമ്മൾ കുറച്ച് കിടിലങ്ങളായതുകൊണ്ട് ചെയ്യുന്നു എന്നൊരു തോന്നലൊക്കെ കുട്ടികളിൽ നമ്മുടെ സിനിമ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങളോട്ടൊന്നും പോകാതിരിക്കുക. ഓക്കെ, സിഗരറ്റ് വലിച്ച് പുക വിടുമ്പോൾ നിങ്ങൾ കൂളാവുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ്, അതിൽ കറയടിയുകയാണ്. പോരാത്തതിന് മറ്റ് ഡ്രഗ്സുകൾ, സിന്തറ്റിക്കും കെമിക്കലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്കറിയാം. അറിഞ്ഞുകൂടാത്ത കുട്ടികളൊന്നും അല്ല നിങ്ങൾ. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചുപയോഗിച്ച നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്ന് ഓർക്കുക. അതുമായി ബന്ധപ്പെട്ട് ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും വരും. വായിച്ചു നോക്കിയാൽ മതി. ഓൾറെഡി ഏതൊരു ക്ലാസ് ഞാൻ അത് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്രേ പറയാനുള്ളൂ. നിനക്കൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം നിങ്ങൾക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്ക് മാത്രമായിരിക്കും. സോ ഉപയോഗിക്കാതിരിക്കുക. നിർഭയ മൂവ്മെൻറ്റ്. അപ്പോൾ എന്താണ് നിർഭയ മൂവ്മെൻറ്റ്? നിങ്ങളിത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. 2012 ഡൽഹിയിൽ വെച്ചിട്ട് രാത്രി ഒരു പെൺകുട്ടിയെ എന്ത് ചെയ്യുന്നു, കുറേ ആൾക്കാർ ചേർന്നിട്ട് ക്രൂരമായിട്ട്
റേപ്പ് ചെയ്യുന്നു, കൊല്ലുന്നു. അപ്പോൾ അതിനെതിരെ വന്ന ഒരു പ്രൊട്ടസ്റ്റാണ് നിർഭയ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വന്നതാണ് അല്ലേ. എന്തായിരുന്നു സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. വളരെ ബ്രൂട്ടലായിട്ട് ഒരു പെൺകുട്ടിയെ സുഹൃത്തും വണ്ടി കയറിയെന്ന് തോന്നുന്നു, സുഹൃത്തിനടിച്ച് പുറത്താക്കിയിട്ട് ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു, അതിനെ കൊല്ലുന്നു. വളരെ മൃഗീയമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉപദ്രവിച്ച് കൊല്ലുന്നത്. അതായത് ഇത് ചെയ്തത് മനുഷ്യന്മാരാണോ എന്ന് പോലും നമുക്കൊന്ന് തോന്നിപ്പോകുമായിരുന്നു. അതിനകത്ത് മൈനറായിട്ടുള്ള, അതായത് 18 വയസ്സ് തികയാത്ത കുട്ടികൾ വരെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നടന്നപ്പോഴത്തേക്ക് അന്ന് ഇതുമായി ബന്ധപ്പെട്ട് നേഷൻ വൈഡ് പ്രൊട്ടസ്റ്റ് നടക്കുകയും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊരു നിയമം വരികയും ചെയ്തു. അതാണ് നിർഭയ ആക്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിമിനൽ ലോ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2013, അല്ലെങ്കിൽ നിർഭയ ആക്ട് എന്ന് പറയും. അതുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വരികയും ഒക്കെ ചെയ്തിരുന്നു. ഇതാണ് നിർഭയ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഒരുപാട് ആൾക്കാരൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. അത് നിങ്ങൾ അറിയായിരിക്കും. അപ്പോൾ ബെറ്റർ രാത്രികാലങ്ങളിലെ യാത്രകൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നിപ്പോൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയി പോവും. അവനവൻ്റെ സുരക്ഷ അവനവൻ്റെതാണ്. ഈ പറയുന്ന അത് ആൺകുട്ടിയും പെൺകുട്ടിയും വ്യത്യാസമൊന്നുമില്ല, എല്ലാ കുട്ടികൾക്കും ഇന്ന് പ്രശ്നം തന്നെയാണ്. മാക്സിമം ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ഇറങ്ങാതിരിക്കുക. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഒറ്റയടിക്ക് നമുക്ക് സമൂഹത്തിന് നന്നാക്കാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് സ്വയം സേഫായിരിക്കാനെങ്കിലും പറ്റും. ഓക്കെ, അപ്പോൾ കറങ്ങലും കാര്യങ്ങളും ഒക്കെ മാക്സിമം പാരൻസിനോടൊക്കെ കൂടെ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഉത്തരവാദിത്തമുള്ളവരുടെ കൂടെ ആവുക, അല്ലാത്ത കറക്കങ്ങളൊക്കെ ഒഴിവാക്കുക. അതുകൊണ്ടല്ല ഇത് പറയുന്നത്, സൊസൈറ്റിയും നമ്മുടെ സമൂഹവും അത്ര നല്ലതല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഒരുപാട് ദുഷ്ടരായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റും തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം പോലീസിന് നിയമത്തിനൊക്കെ ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം എന്താ, നമ്മൾ ആലോചിച്ചത് ഇവിടെ കേരളത്തിലെ ജനത എടുക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യ ജനത എടുക്കുകയാണ്, എത്ര പോലീസുകാർ അതിനെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമുക്കുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ച് കെയർ കൊടുക്കുക. അപ്പോൾ എത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, എന്താ പറ്റിയത്? ദ നിർഭയ മൂവ്മെൻറ്റ് ഈസ് എ മാസ് മൂവ്മെൻറ്റ് ദാറ്റ് വാസ് ഫോംഡ് ഇൻ ദ ഡൽഹി against violence against women in 2012. A girl was sexually assaulted and murdered in Delhi. This incident led to the massive protest. This protest led to the formation of the Nirbhaya movement. Main demand എന്തായിരുന്നു? നിർഭയ മൂവ്മെൻറ്റിൻ്റെ to take a strong legal action against sexual violence against women, speed up of the legal process in these cases and ensure exemplary punishment. മാതൃകാപരമായ ശിക്ഷയും കൊടുക്കുക. മാതൃകാപരമായ ശിക്ഷയിലെ പ്രതികൾക്ക് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ. ഇതിപ്പോൾ എന്ത് തന്നെ ആയാലും എനിക്ക് വിധിയൊക്കെ വന്നു കഴിഞ്ഞ് നിങ്ങൾ അറിഞ്ഞു കാണും. അതിൽ കുറേ പേരെയൊക്കെ എന്ത് ചെയ്തു, വെറുതെയും വിട്ടിട്ടുണ്ട്. അതൊന്നും ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. എന്നൊക്കെ തൂക്കിക്കൊല്ലുക തന്നെയാണ് ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത്. അതിന് വിദേശ രാജ്യങ്ങളിലെ, നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ശിക്ഷാ നടപടി വളരെ നല്ലതാണെന്ന് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തോന്നിപ്പോകും. നമ്മുടെ ലീഗൽ സിസ്റ്റത്തിനകത്ത് ഇങ്ങനെ ഒരുപാട് പോരായ്മകൾ ഉണ്ട്. അപ്പോൾ ഇതാണ് പറയുന്നത് നിർഭയ മൂവ്മെൻറ്റ്. ഓക്കെ, നിർഭയ മൂവ്മെൻറ്റ് ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു എന്ത് ചെയ്യുന്നത്, ഇവർ ആൾക്കാർ ഉപദ്രവിച്ച് കൊന്നത്. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന ഇതിനെതിരെ കേസുകൾ വന്നിരുന്നു. ഡിമാൻഡ് എന്തൊക്കെയായിരുന്നു? ലീഗൽ ആക്ഷൻ എടുക്കുക, ജുഡീഷ്യൽ പ്രൊസീഡിംഗ് സ്പീഡാക്കുക, പണിഷ്മെൻറ്റ് കൊടുക്കുക. അങ്ങനെ നിർഭയ ആക്ട് നിലവിൽ വരുന്നു, ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ നിലവിൽ വരുന്നു. ഓക്കെ, ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അടുത്ത് വരുന്നതാണ് ഫിഷർമാൻസ് മൂവ്മെൻറ്റ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പുറക്കൊക്കെ വന്നിട്ടുണ്ടാവും. ദയവ് ചെയ്ത് ബ്രേക്ക് എടുത്തിട്ട് പിന്നീടുള്ളത് കാണുക. ഓക്കെ, നമുക്ക് ക്ലാസ്സസ് മാക്സിമം ടോപ്പിക്കും ഒരു ക്ലാസ് തീർക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. വലിയ ചാപ്റ്ററൊക്കെയാണ് ഇനി വരുന്നത്. ഫിഷർമാൻസ് മൂവ്മെൻറ്റ്. അപ്പോൾ ഫിഷർമാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് സൈഡിൽ ഈ പറയുന്ന വെസ്റ്റ് കോസ്റ്റിലും ഈസ്റ്റ് കോസ്റ്റിലും കടലുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഫിഷർമാൻമാരുണ്ട്. അതായത് മത്സ്യബന്ധനത്തിൽ ഉപജീവനം നയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ലോകത്തിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഫിഷിംഗ് കമ്മ്യൂണിറ്റി ഉള്ളത് എവിടെ തന്നെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ്. അപ്പോൾ ഒരുപാട് പേരുടെ ജീവിത മാർഗ്ഗമാണ് ഈ പറയുന്ന ഫിഷിംഗ് എന്ന് പറയുന്നത്. എന്നാൽ 80-കളുടെ പകുതിയിൽ, അതായത് 1985 മുതൽ 90-കളുടെ കാലഘട്ടത്തിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബറലൈസേഷൻ്റെ തുടക്കം ഇവിടെ സംഭവിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് കടലിൽ ഈ പറയുന്ന ഡീപ്പ് സീ ഫിഷിംഗ്, അതായത് ഉൾക്കടലിലോട്ട് പോയിട്ട് ഫിഷിംഗ് ചെയ്യാൻ നമുക്കറിയാലോ, ഇന്ത്യയുടെ കുറേ ദൂരം വരുന്ന കടലുകൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇവിടെ വിദേശത്തു നിന്നുള്ള ആരും വന്ന് ഫിഷ് ചെയ്യാനൊന്നും പാടില്ലായിരുന്നു. എന്നാൽ ഈ പറയുന്ന 80-കളുടെ തുടക്കത്തിൽ വിദേശ കമ്പനികൾക്കും ഇവിടെ ഫിഷിംഗ് നടത്താനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ ഈ പറഞ്ഞ എക്കണോമിക് പോളിസിയിലുണ്ടായ മാറ്റങ്ങൾ ഫിഷിംഗ് സെക്ടറിനെ ഒരുപാട് അഫക്റ്റ് ചെയ്തു. അതായത് against the policy of the central government related to deep sea fishing, അല്ലെ, ഉൾക്കടലിൽ മീൻ പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു സംഭവം. അതായത് ഇവിടെ വിദേശ കമ്പനികൾക്ക് ടെൻഡർ കൊടുത്തു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണക്കാർ ചെറിയ കപ്പലിൽ പോയി പിടിക്കുന്നവർക്ക് പിന്നെ മീൻ കിട്ടുമോ? ഇല്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്ന ഒരു ഓർഗനൈസേഷനാണ് നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം. കേരളത്തിൽ ഇതിൻ്റെ ഒരുപാട് ബേസ് ഉണ്ട്. എന്തായിരുന്നു?
ട്രഡീഷണൽ ഫിഷിംഗ് വർക്കേഴ്സ് ആയിരുന്നു ഇത് ഫോം ചെയ്തത്. ലീഗൽ ബാറ്റിൽസ് നടത്തി, പബ്ലിക് പ്രൊട്ടസ്റ്റുകൾ നടത്തി. അങ്ങനെ അവർ എന്ത് ചെയ്തു? ഈ പറഞ്ഞ നിയമങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ദ കോസ്റ്റൽ എൻവയോൺമെൻറ്റ്. അതുപോലെ മറ്റൊരു കാര്യമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ദ കോസ്റ്റൽ എൻവയോൺമെൻറ്റ്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫിഷർമാൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിൻ്റെ പേരിലാണ് സമരം നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ 2ാമത്തെ വലിയ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഒരുപാട് പേര് മീൻപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ 80കളുടെ കാലത്ത് ചില ഗവൺമെൻറ് പോളിസികൾ ഇവരുടെ ജീവിതമാർഗത്തിന് ത്രെട്ടനിങ് ആയിട്ട് മാറുന്നു. അപ്പോൾ അതിനെതിരെ പ്രക്ഷോഭമായിട്ടാണ് നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം ഫോം ചെയ്യുന്നത്. എന്തായിരുന്നു? 70-ലാണിത് ഫോം ചെയ്യുന്നത്. എന്തായിരുന്നു? ട്രഡീഷണൽ ഫിഷർമാൻമാരുടെ ഒരു യൂണിയൻ ആയിരുന്നു. ഇവർ സ്ട്രഗിളുകളും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തിൽ ഫിഷർമാൻ ഉണ്ടായിരുന്നു. അറിയാമല്ലോ, കേരളത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടിയെത്തുന്നവരാണ് നമ്മുടെ കേരളത്തിലെ ഫിഷർമാൻ എന്ന് പറയുന്നത് നമ്മൾ പ്രളയകാലത്തൊക്കെ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ദ സെൻട്രൽ ഗവൺമെൻറ് പോളിസീസ് ഗ്രാൻഡിങ് ഫിഷിംഗ് ട്രോളിംഗ് ലൈസൻസ് ടു ഫോറിൻ കമ്പനീസ് ഇൻ ദ ഇന്ത്യൻ മാരിടൈം സോൺ ഡിസ്ട്രോയിങ് ദ ട്രഡീഷണൽ ഇൻഡസ്ട്രി. പിടിയിട്ട് കാണുമല്ലോ, വിദേശത്തു നിന്നുള്ള കമ്പനികൾക്ക് മീൻ പിടിക്കാനുള്ള അവകാശം കൊടുക്കുന്നു. അപ്പോൾ ഇതിനെതിരെ ലീഗൽ ബാറ്റിൽസും പബ്ലിക് എഡ്യൂക്കേഷൻസും സമരങ്ങളും ഒക്കെ നടത്തിയിട്ട് ഇതെന്ത് ചെയ്യുന്നു? ഈ പറയുന്ന വിഷയങ്ങൾ അവർ സോൾവ് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് ഫിഷർമാൻ്റെ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി വരുന്ന എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റുകൾ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ വരുന്നതാണ്. അപ്പോൾ സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡെമോക്രസിക്ക് വന്ന ചലഞ്ചസ് ആണ്. എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പുതിയ പല വലിയ പ്രോജക്റ്റുകൾ, അതായത് ഡാമുകളുടെ കൺസ്ട്രക്ഷൻസ്, ഇൻഡസ്ട്രികളുടെ വരവ്, മൈനിങ്, ഡീഫോറസ്റ്റേഷൻ, വികസനത്തിൻ്റെ പേര് ചെയ്യുന്ന അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് പ്രശ്നങ്ങളായി മാറുമ്പോൾ ജനങ്ങൾ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. അതായത് പലപ്പോഴും അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് നമ്മുടെ സർക്കാരുകൾ നടത്താറുണ്ട്. രാഷ്ട്രീയക്കാർ 90% ആൾക്കാരും കള്ളന്മാർ തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. അപ്പോൾ ഇവർ കമ്മീഷനും കോഴയൊക്കെ വാങ്ങിച്ചിട്ട് ജനങ്ങൾക്കോ പ്രകൃതിയോ പറ്റി നോക്കാതെ എന്ത് ചെയ്യും? ഇവർ പല ടെൻഡറും കോൺട്രാക്റ്റും ഒക്കെ കൊടുക്കും. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യുക? അതിനെതിരെ സമരങ്ങൾ ചെയ്യും. പലപ്പോഴും ഈ പറയുന്ന സമരങ്ങൾ സക്സസ്ഫുൾ ആകും, ചിലപ്പോൾ പാളിപ്പോവാറും ഉണ്ട്. ഓക്കെ, ദ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ് എമേർജ്ഡ് അഗെയിൻസ്റ്റ് ദ എൻവയോൺമെൻറ്റൽ പ്രോബ്ലം. പ്രകൃതിയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ക്രിയേറ്റഡ് ബൈ ദ അൺസയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് റിസൾട്ട് ഇൻ ഡിനയൽ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നു, അപ്പോൾ ഒരുപാട് പേരെ മാറ്റി പാർപ്പിക്കുന്നു. അപ്പോൾ ഈ മാറ്റി പാർപ്പിക്കുന്ന ആൾക്കാർ അവിടെ എന്ത് തൊഴിൽ ചെയ്താൽ ജീവിച്ചുകൊണ്ടിരുന്നത്? അവർക്ക് ഈ പറയുന്ന മാറ്റിക്കൊണ്ടുപോകുന്ന സ്ഥലത്ത് തൊഴിൽ ചെയ്യാൻ അവസരം കിട്ടുമോ? അല്ലെ പൂർണ്ണമായിട്ടുള്ള പുനരധിവാസം കൊടുക്കുമോ? അതൊക്കെയാണ് വിഷയം. ദ മൂവ്മെൻറ്റ് primarily address the environmental and the social problem caused by large-scale irrigation project, industry, mining and deforestation. Environmental movement that have been able to intervene in many such issues. ഒരുപാട് ഇഷ്യൂസിൽ അവർ ചെയ്തിട്ടുണ്ട്, കൺസർവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല നിയമങ്ങളും വന്നിട്ടും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു 3 നിയമങ്ങളാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ നോക്കാം. മേജർ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ്. ഇപ്പോൾ എന്താ പറയുന്നത്? Environmental movements arose against unscientific development causes ecological damage and social injustice from projects like dam, industry, mining and deforestation. 3 മൂവ്മെൻറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ചിപ്കോ മൂവ്മെൻറ്റ് ഉത്തരാഖണ്ഡിൽ, നർമ്മദ ബച്ചാവോ ആന്തോളൻ നർമ്മദ നദിയുടെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ഭാഗത്ത്, സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ് കേരള. 3 പഠിക്കണം. അപ്പോൾ ഇത് ഒറ്റ എസ്സായിട്ട് ചോദിക്കും. അപ്പോൾ നമ്മളിങ്ങനെ എഴുതണം. ആദ്യം നിങ്ങൾ എന്ത് എഴുതണം? എന്താണ് എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റുകൾ, അതിൻ്റെ കാര്യങ്ങൾ, എന്നിട്ട് 3 മൂവ്മെൻറ്റുകൾ ഇതാണെന്ന് പറഞ്ഞിട്ട് ഓരോ മൂവ്മെൻറ്റ് വിശദീകരിച്ച് എഴുതണം. അപ്പോൾ എന്തൊക്കെയാണ് മൂവ്മെൻറ്റുകൾ? ആദ്യം വരുന്നതാണ് ചിപ്കോ മൂവ്മെൻറ്റ്. ചിപ്കോ മൂവ്മെൻറ്റ് തുടങ്ങുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ് എന്ന് പറയാൻ നിങ്ങൾക്കറിയാം, ഹിമാലയത്തിൻ്റെ താഴെ വരുന്ന, അല്ലെ, ഹിമാലയ പർവ്വതങ്ങളുടെയൊക്കെ ഫുട്ട് ഹിൽസിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു റീജിയനാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉത്തരാഖണ്ഡിലെ മരങ്ങൾ മുറിക്കാനായിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കോൺട്രാക്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവർ ഈ പറഞ്ഞ സർക്കാരിൻ്റെ അനുമതി വാങ്ങിച്ചുകൊണ്ട് ഇവിടുത്തെ മരങ്ങളൊക്കെ വലിയ വ്യാപകമായിട്ട് മുറിച്ചു മാറ്റുന്നു. അപ്പോൾ അതിനെതിരെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? നടത്തുന്നൊരു പ്രൊട്ടസ്റ്റാണ് ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവർ മരങ്ങളെയൊക്കെ ചെന്ന് കെട്ടിപ്പിടിച്ച് നിന്നിട്ട് എന്ത് പറ്റുന്നു? മരം മുറിക്കുകയാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് ചേർത്ത് മുറിക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴത്തേക്കും സാധനം വിചാരിച്ച പോലെ കൈ നിന്നില്ല. അത് ഇന്ത്യ മൊത്തം അറിയുന്നു. പിന്നീട് ഇത് മാറ്റേണ്ടി വരുന്നു. സ്റ്റുഡ് അപ്പ് ഫോർ ദ റൈറ്റ്സ് ഓഫ് ദ ഇൻഡിജിനിയസ് പീപ്പിൾ ഓവർ ദ ഫോറസ്റ്റ് റിസോഴ്സസ്, വുമൻസ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ലീഡർഷിപ്പ്. അതാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീകളൊക്കെ ചെന്ന് മരത്തിനെ കെട്ടിപ്പിടിച്ച് അവിടെ നിന്നു. എ ഫോം ഓഫ് സ്ട്രഗിൾ ഇൻവോൾവിങ് എംബ്രൈസിങ് ട്രീസ്. കണ്ടോ, മരങ്ങളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കും. അപ്പോൾ മുറിക്കാൻ പറ്റുമോ ഇവർക്ക്? ഇല്ല. ഇതാണ് സംഭവം.
ഇതിനെ ഇന്ത്യ മൊത്തം എത്തിച്ച ഒരു നേതാവെന്ന് പറയുന്ന വ്യക്തിയാണ് സുന്ദർ ലാൽ ബഹുഗുണ. സുന്ദർ ലാൽ ബഹുഗുണ ഇദ്ദേഹം ഒരു ഗാന്ധിയൻ ആശയത്തിലൂടെ അല്ലെങ്കിൽ ഗാന്ധിയൻ സമരമുറയിലൂടെ ഇത് എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യ മൊത്തം എത്തിച്ചു. അപ്പം നോക്കാം, ചിപ്കോ മൂവ്മെൻറ്റ് തുടങ്ങുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് ചിപ്കോ മൂവ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. എന്താണ്? ഒപ്പോസ് ടു ദ ലാർജ് സ്കെയിൽ ട്രീ ഫോളിംഗ് ഫോർ ഇൻഡസ്ട്രീസ് ഇൻ ദ ഹിമാലയൻ റീജിയൻ. ഓക്കെ, പ്രൊട്ടക്റ്റഡ് ദ ഇൻഡിജീനിയസ് റൈറ്റ്സ് ഓവർ ദ ഫോറസ്റ്റ്, ഇൻവോൾവ് വുമൺ എംബ്രേസിംഗ് ട്രീസ്, ലെഡ് ബൈ സുന്ദർ ലാൽ ബഹുഗുണ. 3 പോയിന്റ് മതി, ഓർത്ത് വയ്ക്കാമല്ലോ. അടുത്ത് വരുന്നതാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദയെ രക്ഷിക്കൂ എന്ന് പറയുന്ന ആന്തോളൻ്റെ മലയാളം എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുമ്പോൾ മേധാ പട്കർ നമുക്ക് മറന്നു പോകാൻ പറ്റത്തില്ല. നർമ്മദ നദി നിങ്ങൾക്കറിയാം, ഈ അടുത്ത് സർദാർ സരോവർ ഡാം, ഈ അടുത്തല്ല കുറച്ച് വർഷമായി, സർദാർ സരോവർ ഡാം എന്ന് പറയുന്ന ഡാമൊക്കെ പണി കഴിപ്പിച്ചറിയാമല്ലോ. എന്നാൽ അത് മാത്രമല്ല, നർമ്മദ നദിയിൽ ഒരുപാട് ഡാമുകളുണ്ട്. എന്നാൽ ഈ സർദാർ സരോവർ ഡാം വരുന്ന കാലത്ത് ഒരുപാട് പേരെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു. പലരും ST പെടുന്ന ആൾക്കാരായിരുന്നു, ഷെഡ്യൂൾഡ് ട്രൈബിൽ വരുന്നവരാണ്. അപ്പോൾ അവരെയൊക്കെ മാറ്റി പാർപ്പിക്കേണ്ട വന്ന കേസ് വന്നപ്പോഴത്തേക്കും അത് കറക്റ്റ് രീതിയിലായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എന്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണോ അവർക്ക് അതിന് സാഹചര്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയാലല്ലേ അവർക്ക് വീണ്ടും തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതൊന്നും പറ്റാതെ വന്നപ്പോഴത്തേക്കും ജനങ്ങൾ അതിനെതിരെ തിരിഞ്ഞു. ഓക്കെ, വർക്ക്ഡ് അഗെയിൻസ്റ്റ് എവിക്ഷൻ ഓഫ് ദ ട്രൈബൽ പീപ്പിൾ. ഓക്കെ, വർക്ക്ഡ് ടു പ്രൊട്ടക്ട് ദ ലൈവ്ലിഹുഡ്സ് ഓഫ് ദ ഇൻഡിജീനിയസ് പീപ്പിൾ. കണ്ടോ, അവരുടെ തൊഴിൽ മേഖല പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഓക്കെ, അൺജസ്റ്റിസ് എവിക്ഷൻ ആൻഡ് റീഹാബിലേഷൻ. അല്ല, ഇവരെ ചുമ്മാതെ എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ട് കാര്യമില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നടന്ന പ്രൊട്ടസ്റ്റാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. മേധാ പട്കറാണ് നേതാവ്. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിൽ വരും. അപ്പോൾ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? നർമ്മദാ നദിയിലെ ഡാമിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ചിപ്കോ മൂവ്മെൻറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? ഉത്തരാഖണ്ഡിൽ മരമുറിയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ട്രൈബൽ എവിക്ഷന് വേണ്ടിയിട്ടും ലൈവ്ലിഹുഡിൻ്റെ ലോസിന് വേണ്ടിയിട്ടും അതുപോലെ പുവർ റീഹാബിലേഷനും എതിരെയാണ് ഇത് നടന്നത്. മേധാ പട്കർ ആയിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്. ഇവിടെയാണെങ്കിലും ആരായിരുന്നു? സുന്ദർ ലാൽ ബഹുഗുണ ആയിരുന്നു. ഇത് നിങ്ങൾ കാണാതെ പിടിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സുന്ദരനെ കെട്ടിപ്പിടിച്ചു എന്ന് ആലോചിച്ചാൽ മതി. സുന്ദർ ലാൽ ബഹുഗുണ. അല്ല, ചിപ്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്കോ. ഓക്കെ, ഇതുപോലെ ബന്ധപ്പെട്ട് അപ്പിക്കോ മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ കേരളത്തിലോട്ട് വരികയാണ് അല്ലേ. സൈലൻറ്റ് വാലി അഥവാ സൈലൻത്രി വനം എന്ന് പുരാണത്തിലൊക്കെ അറിയപ്പെട്ടിരുന്നു അല്ലേ. ചീവീടുകളില്ലാത്ത കാട്. ഇത് ഇന്നൊരു നാഷണൽ പാർക്കാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ആദ്യം അങ്ങനെ ആയിരുന്നില്ല. ഈ പറയുന്ന സൈലൻറ്റ് വാലിയുടെ ഒഴുകുന്ന കുന്തിപ്പുഴ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. ഈ നദിയുടെ അക്രോസ് ആയിട്ട് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് നടത്താമെന്ന് തീരുമാനിക്കുന്നു. ബ്രിട്ടീഷുള്ള കാലത്ത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ് വന്നപ്പോഴും നടക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെയൊക്കെ സമയമായപ്പോഴത്തേക്കും ഈ പറയുന്ന അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു, ഇവിടെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് തുടങ്ങുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ മരങ്ങളും അല്ലെങ്കിൽ കാടൊക്കെ നശിപ്പിക്കേണ്ട അവസ്ഥ വരുന്നു. അതായത് ഈ പറയുന്ന ഡാം കെട്ടുമ്പോഴത്തേക്കും ഒരുപാട് വനമേഖല വെള്ളത്തിനടിയിലായി പോകും. അതായത് നമ്മളറിയാലോ, ഒഴുകിപ്പോകുന്ന നദിയിലൂടെ ഡാം കെട്ടുമ്പോൾ ഡാമിൻ്റെ ഈ പറയുന്ന ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ വെള്ളം ഉയരുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളം ഉയരുമ്പോഴത്തേക്കും ഒരുപാട് വനഭൂമിയൊക്കെ നശിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ ശാസ്ത്ര സാഹിത്യ സമിതിയൊക്കെ ഉണ്ട്. നിങ്ങൾ സുഗതകുമാരി തന്നെ കേട്ടിട്ടില്ല. അപ്പോൾ അവരുടെയൊക്കെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു, ഇതിനെതിരെ സമരം നടത്തുന്നു. അങ്ങനെ 1982-83 കാലഘട്ടത്തിൽ ഇത് വേണ്ടെന്ന് വയ്ക്കുന്നു. പിന്നീട് ഈ സൈലൻറ്റ് വാലി ഒരു ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുന്നു. മകൻ രാജീവ് ഗാന്ധി 1985 തോന്നുന്നു ഈ പറയുന്ന സൈലൻറ്റ് വാലി എന്തായിട്ട് മാറുന്നത്, ഒരു നാഷണൽ പാർക്കായിട്ട് മാറുന്നത്. ഇപ്പോൾ ഒരു പ്രൊട്ടക്റ്റഡ് മേഖലയാണ്. ഓക്കെ, അതാണ് സൈലൻറ്റ് വാലി പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിനെതിരെയായിരുന്നു. അപ്പോൾ സൈലൻറ്റ് വാലി പ്രൊട്ടസ്റ്റ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ ഡാം കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അബൻഡൻ ചെയ്യുന്നു. സൈലൻറ്റ് വാലി നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഇത്തരത്തിലുള്ള പല പല ഇൻ്റർവെൻഷൻസ് നടക്കുന്നത് കാരണം എന്ത് പറ്റുന്നു, പുതിയ പുതിയ നിയമങ്ങളും വരുന്നു. അങ്ങനെ വന്നൊരു 3 നിയമങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന് 2002 ബയോഡൈവേഴ്സിറ്റി ആക്ട്, 2006 ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ആക്ട് അഥവാ റെക്കഗ്നീഷൻ ഓഫ് ദ ഫോറസ്റ്റ് റൈറ്റ് ആക്ട്. 2013 റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ, റീഹാബിലേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട്. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ഒന്ന്, പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബയോഡൈവേഴ്സിറ്റി ആക്ട് 2002. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2002 ബയോഡൈവേഴ്സിറ്റി ആക്ട്. ഇനി 2006 അതായത് ഫോറസ്റ്റിൽ ST കമ്മ്യൂണിറ്റിക്കാർക്ക് കുറച്ച് അവകാശങ്ങൾ കൊടുക്കുന്നതാണ്. അതായത് അവിടെ കയറാനും അവർക്ക് ആവശ്യമായിട്ടുള്ള ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയുള്ള മരങ്ങളും ചില്ലകളൊക്കെ മുറിക്കാനും വനവിഭവങ്ങൾ എടുക്കാനും ഒക്കെ ഉള്ള അവകാശം കൊടുക്കുന്ന റൈറ്റ്.
2013 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും വികസന പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് സ്ഥലവും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് അവർക്ക് വേണ്ട ഫെയർ ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ, അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റും കാശിൻ്റെ സെറ്റിൽമെൻറ്റും കൃത്യമായിട്ട് നടത്തണമെന്ന് പറഞ്ഞു വന്ന ആക്റ്റാണ് 2013 ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇനി വരുന്ന 2 കാര്യങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഒന്ന്, പെസൻറ്റ് മൂവ്മെൻറ്റ്. പെസൻറ്റ് മൂവ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെസൻസ് എന്ന് വെച്ചാൽ കർഷകർ അല്ലേ. അപ്പോൾ കർഷകരുടെ പ്രക്ഷോഭങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാനായിട്ട് പോകുന്നത്. ബോറടിച്ച് തുടങ്ങി കാണും, 2 എണ്ണം കൂടി പറഞ്ഞ് നിർത്താം. ഓക്കെ, ഇത് നമ്മുടെ എൻവയോൺമെൻറ്റൽ പ്രോബ്ലത്തിൻ്റെ റിസൾട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 3 ആക്റ്റുകൾ പറഞ്ഞു തന്നു, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പെസൻറ്റ് മൂവ്മെൻറ്റ് നോക്കാം. ഓക്കെ, ഒരുപാട് സ്ഥലത്തായിട്ട് ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ വന്നിട്ടുണ്ട്. അതിൽ 1-2 യൂണിയൻസ് നമ്മൾ പഠിച്ചാൽ മതി. ഒന്ന്, ഭാരതീയ കിസാൻ യൂണിയൻ ഉത്തർപ്രദേശിൽ, ഷേഡ്കാരി സംഘതൻ മഹാരാഷ്ട്രയിൽ, റൈത്ത സംഘിൻ കർണാടക. ഇവരൊക്കെ എന്തിനായിരുന്നു? ഗ്രീൻ റവല്യൂഷന് ശേഷം വരുന്ന ലിബറലൈസേഷനെതിരായിരുന്നു. അപ്പോൾ നമുക്കറിയാം 60കളുടെ തുടക്കത്തിൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് ഗ്രീൻ റവല്യൂഷൻ വരുന്നു. അങ്ങനെ നമ്മുടെ കാർഷിക മേഖല ഉന്നതിയിലേക്കൊക്കെ എത്തുന്നു. എന്നാൽ അതിനുശേഷം ഈ പറഞ്ഞ 90കളുടെ സമയത്തൊക്കെ എന്ത് പറ്റുന്നു? ലിബറലൈസേഷൻ പരിപാടി കൊണ്ടുവരുന്നു. അപ്പോൾ ലിബറലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ കമ്പനികൾക്കും കാര്യങ്ങൾക്കും കൃഷി മേഖലയിലോട്ടൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും അവരുടെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാനും ഒക്കെ ഉള്ള അവകാശങ്ങൾ കിട്ടുന്നതാണ് സംഭവം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള കർഷകർക്ക് അവരുടെ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ട നിർബന്ധിത അവസ്ഥ ഉണ്ടാവുകയും അതിലൂടെ ലാഭം ഇല്ലാതാവുകയും ചെയ്യും. കാരണം വിദേശ കമ്പനികളെന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിലിൽ കൃഷി ചെയ്യുന്നവർ, അപ്പോൾ അവർക്ക് ചിലപ്പോൾ വില കുറച്ചൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ദ ലിബറലൈസേഷൻ ഫ്രം ദ mid-80s hurt the agriculture via reduced production, food security and job sparkling rural protest. ഇതിനെതിരെയാണിത് വരുന്നത്. ഈ പറഞ്ഞ ഭാരതീയ കിസാൻ യൂണിയൻ ഉത്തർപ്രദേശിൽ, ഷേഡ്കാരി സംഘതൻ മഹാരാഷ്ട്രയിൽ, റൈത്ത സംഘ് കർണാടകയിൽ വരുന്നത്. ഇനി മറ്റൊരു കർഷക പ്രക്ഷോഭം നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും. നമ്മുടെ ഡൽഹിയിൽ നമ്മുടെ ഇന്ത്യൻ കൊടിയൊക്കെ വലിച്ച് കളഞ്ഞൊക്കെ ഒരു വിഷയമൊക്കെ ഉണ്ടായത് നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് സംയുക്ത കിസാൻ മോർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് 2020-21 നമ്മുടെ ഡൽഹിയിൽ ഒരു സമരം നടന്നു. ഇതിൽ ഏതാണ്ട് 40-ലധികം യൂണിയനുകൾ പങ്കെടുക്കുകയും എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആക്ട്, പ്രൈസ് അഷുറൻസ് ആക്ട്, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് അമെൻമെൻറ്റ് എന്നീ 3 നിയമങ്ങൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു. നിയമത്തിൻ്റെ പേര് നിങ്ങൾ പഠിക്കേണ്ട, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ നിയമത്തിനെതിരെയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ പ്രൊട്ടസ്റ്റ് നടത്തുന്നത്. അന്ന് ഭയങ്കര പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ, നിങ്ങൾ കണ്ടതാണ്. പക്ഷേ ഇത് നല്ലതായിരുന്നു അല്ലായിരുന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയത്തില്ല, എങ്കിലും നടന്നു എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ പെസൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ്? ന്യൂമറസ് മൂവ്മെൻറ്റ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട്. അതായത് പോസ്റ്റ് നമ്മുടെ ഈ പറയുന്ന ഗ്രീൻ റവല്യൂഷൻ നമ്മുടെ കൃഷി ഒരുപാട് ഡെവലപ്പ് ആയെങ്കിലും ലിബറലൈസേഷൻ പോളിസികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് നമ്മുടെ എക്കണോമിക് പോളിസിയിൽ വന്ന മാറ്റങ്ങളും കൃഷിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഈ പറയുന്ന റിഫോംസുകൾ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിനെ മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്തു. അപ്പോൾ അതിനെതിരെ വന്ന സംഘടനകളാണ് ഭാരതീയ കിസാൻ യൂണിയൻ ഉത്തർപ്രദേശിൽ, അതുപോലെ തന്നെ നമ്മുടെ ഷേഡ്കാരി സംഘതൻ മഹാരാഷ്ട്രയിൽ, റൈത്ത സംഘ് കർണാടകയിൽ വന്നിരുന്നു. ഇനി മറ്റൊന്നാണ് നമ്മുടെ സംയുക്ത കിസാൻ മോർച്ചയുടെ ഭാഗത്തിൽ 2020-21 നടന്ന മറ്റൊരു സമരം. അപ്പോൾ ഇതുകൂടി ഒന്ന് നോക്കി വയ്ക്കുക. ലാസ്റ്റ് വരുന്നതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ മൂവ്മെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിന്ന് വിവരാവകാശം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ വിവരാവകാശ നിയമം വന്നതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ. അതായത് രാജസ്ഥാനിലെ ഭീം തെഹ്സിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സർക്കാർ പ്രോജക്റ്റ് നടക്കുന്ന നിങ്ങൾക്കറിയാമല്ലോ. PWD റോഡ് പണിയുന്നു, സ്കൂൾ പണിയുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ സ്കൂളുകളുടെയും ഡിസ്പെൻസറികളുടെയും ചെറിയ ഡാമുകളുടെയൊക്കെ കൺസ്ട്രക്ഷൻ നടന്നപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് തോന്നി ഇവർ സർക്കാരിൻ്റെ ഫണ്ട് ദുരുപയോഗം ചെയ്യുകയാണ്. അതായത് നമുക്ക് തന്നെ അറിയാമെന്നുള്ള ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് നമ്മുടെ വെയിറ്റിംഗ് ഷെഡ് പണിയുക. ആ വെയിറ്റിംഗ് ഷെഡ് കണ്ടാൽ തന്നെ 6-7 ലക്ഷം രൂപയാണ്. 6-7 ലക്ഷം രൂപയ്ക്കൂടെ ആൾക്കാർ വീട് വരെ വെച്ച് കൊടുക്കുന്ന കാലത്ത് ഒരു 4 കമ്പ് നീട്ടി ഒരു മുകളിൽ ഷീറ്റ് വിടുന്നതിന് ഇത്രയും പൈസ എങ്ങനെയായി എന്ന ചോദ്യങ്ങൾ വരത്തില്ലേ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇന്ന് നമുക്ക് വിവരാവകാശം എഴുതി ചോദിച്ച് അറിയാൻ പറ്റും എത്ര രൂപ ചിലവായി, കേസൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അന്ന് ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഭീം തെഹ്സിൽ ജില്ലയിൽ രാജസ്ഥാനിലെ ഒരു ബാക്ക്വേർഡ് ഏരിയയാണ്. അവിടെ ഈ പറയുന്ന കൺസ്ട്രക്ഷനിലുള്ള ആൾക്കാർ പൈസ ദുരുപയോഗം ചെയ്തെന്ന് തോന്നിയപ്പോൾ അവിടെ തുടങ്ങിയൊരു സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇന്ന് അത് പ്രൊട്ടസ്റ്റൊക്കെ നടത്തിയ ഒരു വാദങ്ങളൊക്കെ വന്നപ്പോൾ ഇതിൽ നിന്ന് ആർജവം ഉൾക്കൊണ്ടുകൊണ്ട് ഡൽഹിയിൽ നിന്ന് തുടങ്ങുന്നതാണ് നാഷണൽ കൗൺസിൽ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന സംഘടന. ഇവർ ഇത് 90-92കളുടെ കാലത്തിലാണ് തുടങ്ങുന്നത്. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു? പല കാര്യങ്ങൾ ചെയ്യുന്നു.
ഇവർ നാഷണൽ വൈഡ് പ്രൊപ്പഗണ്ട തുടങ്ങുന്നു. അങ്ങനെ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റൈറ്റ്സ് സെൻറ്റർ, പ്രസ് കൗൺസിൽ, പിന്നെ വരുന്ന ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നൊരു കമ്മീഷനാണ് എന്തെന്ന് പറയുന്നത് ഷൂരി കമ്മീഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഷൂരി കമ്മീഷൻ്റെയൊക്കെ സജഷൻ പ്രകാരം 2005 എന്ത് വരുന്നു, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വരുന്നു. അപ്പോൾ ഇത് പ്രകാരമാണ് നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അത് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചില ഡിഫൻസുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ച്, വ്യക്തികളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട ഒഴിച്ച് മറ്റ് കാര്യങ്ങളൊക്കെ ജനങ്ങൾ അഭിപ്രായം അപേക്ഷ എഴുതി ചോദിച്ചാൽ കിട്ടും. ഓക്കെ, സാധാരണ കേസാണെങ്കിൽ 30 ദിവസം കൊണ്ട്, എന്നാൽ ഒരു വ്യക്തിയുടെ ജീവനുമായിട്ടോ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ 48 മണിക്കൂറിനകത്ത് എന്ത് ചെയ്യണം, റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആരാണിത് നയിക്കുന്നത്? കിസാൻ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ 90 തുടങ്ങുന്നു. എവിടെയാണ്? രാജസ്ഥാനിൽ ഭീം തഹസിൽ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ അഴിമതിക്കെതിരെ ആയിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് അല്ലേ ഇവർ ഈ പറയുന്ന ഇത്. നമുക്ക് ഈ കീ മൈൽ സ്റ്റോൺസ് നമുക്കിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. നാഷണൽ ക്യാമ്പയിനുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. ഷൂരി കമ്മീഷൻ വരുന്നു 97. ഇവരുടെയൊക്കെ ഈ പറയുന്ന റിപ്പോർട്ട് പ്രകാരമാണ്. വർഷവും പഠിക്കണം, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത വർഷങ്ങളൊന്നും പഠിക്കണം. ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, വായിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 നിലവിൽ വരുന്നു. പാർലമെൻറ്റ് പാസ്സാക്കുന്നു. ഒക്ടോബർ 12 അത് നിലവിൽ വരികയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കുറച്ച് ആക്ട്. ഇനി വരുന്ന റീജിയണൽ മൂവ്മെൻറ്റുകളാണ്. അത് നമ്മൾ ഇന്ന് പഠിക്കുന്നില്ല, അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, റീജിയണൽ മൂവ്മെൻറ്റിൽ നമ്മൾ ദ്രാവിഡിയൻ മൂവ്മെൻറ്റ് കുറേ മൂവ്മെൻറ്റ് ഉണ്ട്. ഇനി വലിയ ചാപ്റ്റർ ഇതുപോലെ കുറേ മൂവ്മെൻറ്റാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ചായിട്ട് പഠിക്കാം. സോ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.